Dears, welcome back to Aegon Learning. So, വളരെ കുറഞ്ഞ സമയം കൊണ്ട് 5 വർഷ ക്രിസ്മസ് എക്സാമുകളിൽ ചോദിച്ച 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ 60 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഷോർട്ട് ടൈം കൊണ്ട് പഠിച്ചു. ആദ്യം 2023 ഹു ഡിസ്കവേർഡ് പ്രോട്ടോൺ ഇതാണ് ആദ്യം ചോദിച്ചത്. പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തത് ഗോൾഡ്സ്റ്റീൻ ആണ്. കനാൽ റേസ് ഡിസ്കവർ ചെയ്തത് ഗോൾഡ്സ്റ്റീൻ ആണ്. ആൻസർ കീയിൽ റുദർഫോർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റുദർഫോർഡ് എഴുതുന്ന കുട്ടികൾക്ക് രണ്ടിനും 1 മാർക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാണ്. The IUPAC name of an element with atomic number 123. 123 അറ്റോമിക് നമ്പർ ഉള്ള ഒരു എലമെന്റിന്റെ IUPAC നെയിം പറയൂ. 1ന് നമ്മൾ അണ്ണെന്നാണ് റെപ്രസെന്റ് ചെയ്യുക, 2ന് ബൈ, 3ക്ക് ട്രൈ ആണ്, ദെൻ എൻഡിൽ IUM ഉണ്ട്. ഓൾറെഡി I ഉള്ളതുകൊണ്ട് I ചേർക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. സ്ട്രക്ചർ ഓഫ് sp3 ഹൈബ്രിഡൈസേഷൻ. sp3 ഹൈബ്രിഡൈസേഷൻ സ്ട്രക്ചർ ഏതാണ്? ടെട്രാഹൈഡ്രേഷൻ. അടുത്തത് ഒരു തെർമോസ് ഫ്ലാസ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹോട്ട് കോഫി എന്തിന് എക്സാമ്പിൾ ആണ്? എന്ത് ടൈപ്പ് സിസ്റ്റം ആണ്? എന്താണ്? ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. ഓക്കേ, റെഡി ആണ്. അടുത്ത ചോദ്യം ഇതാണ്. ഓക്സിജൻ H2O2ലെ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? പെറോക്സൈഡ് ആണ്. പെറോക്സൈഡിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ഡിഫറെന്റ് ആണെന്ന് അറിയാലോ. -1 ആണ്. സോ ദി ആൻസർ ഈസ് -1. ഹൈഡ്രജൻ +1 ആണ്, ഓക്സിജൻ അവിടെ -1. അടുത്ത ചോദ്യം. The molecular formula of glucose is C6H12O6. Its empirical formula is. Yes, empirical formula കോമൺ ആയിട്ട് എല്ലാത്തിനെയും 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ CHO ആയിരിക്കും. അതായത് molecular formula കോമൺ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? CH2. നെക്സ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The number of neutron in bromine 3580 ആണ് അല്ലേ? യെസ്, ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ 80 - 35 ചെയ്താൽ മതി. ആൻസർ ഈസ് 45. റെഡി. യെസ്. ഓക്കേ, അടുത്ത ചോദ്യം മതി. The group 16 elements are commonly known as. 16ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സ് കോമൺലി നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ചാൽക്കോജൻസ് എന്നാണ്. ഗ്രൂപ്പ് 17 ഹാലോജൻസ് ആണ്. ഗ്രൂപ്പ് 18 നോബിൾ ഗ്യാസസ് ആണ്. സോ ഇവിടുത്തെ ആൻസർ 16ാമത്തെ ഗ്രൂപ്പ് ചാൽക്കോജൻസ്. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. Write the hybridization of carbon atom in ethane molecule. ഈഥെയിനുള്ള ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസേഷൻ. കാർബൺ സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ടിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആണെന്ന് അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കേ, അടുത്ത ചോദ്യം. Which of the following is not a state function? സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? നിങ്ങൾ അതെ, വർക്കാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത്. വർക്ക് ഈസ് തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിലെ ചോദ്യമാണ്. വർക്ക് പാത്ത് ഫംഗ്ഷൻ ആണ്, ബാക്കിയെല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷനുകൾ. അതായത് ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് 5th ഫ്ലോറിലേക്ക് എത്തുന്ന നേരം നിങ്ങൾ ലിഫ്റ്റ് വഴി പോയാലും സ്റ്റെയർ വഴി പോയാലും നിങ്ങൾ ഒരേ വർക്ക് അല്ലല്ലോ. ലിഫ്റ്റ് വഴി പോയാൽ വർക്ക് കുറവല്ലേ, സ്റ്റെയർ വഴി പോയാൽ വർക്ക് കൂടുതലാണ്. ഡിപെൻഡ് ചെയ്യുന്ന ആളാണ് വർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ an acidic solution, ഒരു acidic solutionന്റെ pH എത്രയാണ്? ഒരു അസിഡിറ്റി എന്ന് പറഞ്ഞാൽ pH എപ്പോഴും >7 ആണെന്ന് അറിയാലോ, പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഓപ്ഷൻ എ pH is <7 for an acidic solution. Next. അടുത്തത്. Which of the following is an example of extensive property? Yes, extensive property ക്ക് ഉദാഹരണം എഴുതുക. ക്വാണ്ടിറ്റിനെ ഡിപെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. Yes, അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി ആണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. Yes. അടുത്തത്. The number of radial knots for 3p orbital. 3p ഓർബിറ്റലിന്റെ റേഡിയൽ നോട്ട്സ് ഏതാണെന്നുള്ളതാ. നമുക്ക് എഴുതാല്ലേ ആറ്റി? റേഡിയൽ നോട്ട്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n-l-1 ആണ്. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. 3 ക്ക് n 3 ആണ്. l ന്റെ വാല്യൂ p 1 ആണ്. 3 - 1 - 1. so the answer is 1. Yes. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ചോദ്യം ഇതാണ്. which among the following cannot act both as Bronsted acid and base? Bronsted ആസിഡും ബേസുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റാത്തതാണ്. ആരായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. വാട്ടർ ആണെങ്കിൽ അതിന് H+ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? H+ ആക്സെപ്റ്റ് ചെയ്യാൻ H+ ലൂസ് ചെയ്യാൻ പറ്റും. H3O+ ആയി മാറും, OH- ആയി മാറും. ഇതിലെല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റും, കാർബൺ ഡൈ ഓക്സൈഡിന് പറ്റത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാണ്. ഓർത്തോ നൈട്രോഫീനോളിലെ ഹൈഡ്രജൻ ബോണ്ടിങ് ഏത് ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ടിങ്? 2 ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ടാണ്, ഇന്ററും ഇൻട്രയുമാണ്. ഓർത്തോ നൈട്രോഫീനോളിൽ ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ട് ആണെങ്കിൽ പാരാ നൈട്രോഫീനോളിൽ ഇന്റർ ഹൈഡ്രജൻ ബോണ്ട് ആണ്. ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എഴുതിയാൽ മതി, ഫിഗർ വരച്ചാലും മതി, നിങ്ങൾക്ക് 1 മാർക്ക്. 1 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CuO യുടെ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതുക. ഒന്നുമില്ല, ഓക്സിഡേഷൻ നമ്പർ റോമൻ നമ്പറിൽ അങ്ങ് മാർക്ക് ചെയ്താൽ മതി, ചെയ്താൽ കിട്ടും. -2 ആണ്, കോപ്പർ +2 ആണ്. സോ കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബ്രാക്കറ്റിൽ ഇടുക. Next question. Write any one molecule in which octet rule is violated. octet rule അനുസരിക്കാത്ത ഒരു മോളിക്യൂളിന്റെ എക്സാമ്പിൾ. അതായത് വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസിന് മുകളിലും 8 ഇലക്ട്രോൺസിൽ താഴെയുള്ള മോളിക്യൂൾ ഏതാണ്? അതായത് 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് സ്റ്റേബിൾ എന്നാണ് octet rule പറയുന്നത്. അല്ലാതെ സ്റ്റെബിലിറ്റി ഉള്ള മോളിക്യൂൾസ് ഏതൊക്കെയാണ് ആ ടീം? LiCl ഉണ്ട്, BeH ഉണ്ട്, BeCl3 ഉണ്ട്. ഇറ്റ്സ് ഇൻകംപ്ലീറ്റഡ് ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾ ആണ് അവര്. എക്സ്പാൻഡഡ് octet ഉണ്ട്, SF6 ഉം PCl5. ഏതെങ്കിലും ഒറ്റ എക്സാമ്പിൾ എഴുതിയാൽ മതി. ഈ PCl5 ന്റെയും SF6
6ന്റെയും സെൻട്രൽ ആറ്റത്തിന്റെ ചുറ്റും 8 ഇലക്ട്രോൺസിൽ കൂടുതലാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ചോദ്യം ഇതാണ്. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. Fe plus 2HCl gives FeCl2 plus H2 ആണ്. ഇത് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ഒന്നുമില്ല, ഹൈഡ്രജൻ ക്ലോറൈഡിൽ നിന്ന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുകയാണ് അല്ലേ, അയൺ. ഹൈഡ്രജൻ ക്ലോറൈഡിൽ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്ത് അയൺ വന്നു നിന്നു. ഇറ്റ്സ് എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. എക്സും വൈയും അതായത് പ്രൊഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് സിങ്കും സോഡിയം ഹൈഡ്രോക്സൈഡും. എന്താണ് പ്രൊഡക്റ്റ് എഴുതി കാട്ടി? നെക്സ്റ്റ് നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്. നോക്കുക, ആൻസർ എന്ന് പറയുന്നത് Na2ZnO2 ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്തു. ഹൈഡ്രജൻ പ്രിപ്പറേഷൻ ലിബറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. യെസ്. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ ഹാഷിം സാറിനെ വിളിക്കാം. ഹാഷിം സാർ കം ഓൺ. ഹാഷിം സാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് നമുക്ക് ഹാഷിം സാർ ഡിസ്കസ് ചെയ്യാം. ഹാഷിം സാർ കം ഓൺ. യെസ് മക്കളെ, ബാക്കി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മളോട് ആഷിം സാർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം സാർ. അതിനെ വായിക്കല്ലേ. 1 mole of sodium chloride is equal to dash formula unit of sodium chloride. ഫോർമുല യൂണിറ്റ് കാണാൻ ഇക്വേഷൻ എന്തായിരുന്നു? ഒന്നുമില്ല സാറേ, നമ്പർ ഓഫ് മോൾസ് ഇൻടു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസ് സോഡിയം ക്ലോറൈഡിൽ ഫോർമുല എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? ആകെ 1 mole ആണല്ലോ തന്നെ. അവഗാഡ്രോ നമ്പർ അപ്പൊ സിമ്പിൾ 6.022 ഒരു 10⁻23. റെഡി. 1 mole means അവഗാഡ്രോ നമ്പർ. അടുത്ത സാർ വായിക്കും. Which of the following group of elements are having the highest ionization enthalpy? ഹയസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. പീരിയോഡിക് ടേബിൾ ഹയസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഉള്ള നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസ് പറയേണ്ട സാറ്. അടിപൊളി സാർ പറഞ്ഞു. അടുത്ത നെക്സ്റ്റ്. ഹൈബ്രിഡൈസേഷൻ ഓഫ് ബോറോൺ ഇൻ BF3. sp2 അല്ലേ സാറേ? sp2. ബോറോൺ ട്രൈഫ്ലൂറൈഡിൽ ഹൈബ്രിഡൈസേഷൻ എത്ര? sp2. സാർ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കും. സാറേ, among H2O, NS3, CO2 and CH4 which molecule has the least bond angle? ആർക്കാണ് ബോണ്ട് ആംഗിൾ കുറവുള്ളത് എന്ന് നോക്കിയാൽ മതി. സാർ പറഞ്ഞു. സെന്റർ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയർ ലോൺ പെയർ നോക്കി. ലോൺ പെയർ എണ്ണം കൂടിയാൽ എന്ത് ചെയ്യും? ബോണ്ട് ആംഗിൾ കുറയും. അപ്പൊ ഏറ്റവും കുറഞ്ഞ ബോണ്ട് ആംഗിൾ നമുക്ക് ആർക്കായിരിക്കും സാറേ? തന്നതിൽ H2O ആണ്. വാട്ടർ മോളിക്യൂൾ. യെസ് സാറേ, 2 ലോൺ പെയർ. അടുത്ത ക്വസ്റ്റ്യൻ. For the reaction H2 plus I2 gives 2HI. Kc തന്നിട്ടുണ്ട് 46.4. Kp എത്രയാണെന്ന് ചോദ്യം. സാറിന്റെ ക്വസ്റ്റ്യൻ ആണത്. ഒന്നുമില്ല സാറേ, ഈ റിയാക്ഷൻ ഡെൽറ്റ 0 ആണ്. എന്നാൽ ഗ്യാഷ്യസ് റിയാക്ടന്റും ഗ്യാഷ്യസ് പ്രോഡക്റ്റിന്റെ എണ്ണം സെയിം ആണ്. ഡെൽറ്റ Kp = Kc × ഡെൽറ്റ RT റൈസ് ടു ഡെൽറ്റ അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഡെൽറ്റ 0 ആയാൽ Kp = Kc ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ റെഡി അല്ലേ സാറേ? സെയിം വാല്യൂ. ചെയ്തു നോക്കണ്ട, പ്രോബ്ലം ചെയ്തു നോക്കണം. അത് തന്നെ ആൻസർ. അടുത്ത സാറേ വായിക്കൂ സാറേ. Which of the following contains the highest number of significant figures? ഇതും സാറിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിഗ്നിഫിക്കന്റ് ഒന്നാമത്തേൽ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ, രണ്ടാമത്തേൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ, മൂന്നാമത്തേൽ 2 ഉള്ളൂ സാർ, നാലാമത്തേൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ നാലാമത്തേതാണെന്നാണ് ആഷിം സാർ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Yes sir. If a proton and an electron happens to possess the same de Broglie wavelength, which among them will have the highest velocity? ലാംഡാസിക്കൽ h/mv എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. സെയിം വെലോസിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയിം വെലോസിറ്റി ആണെങ്കിൽ ലാംഡ is inversely proportional to m. അപ്പോൾ സെയിം വെലോസിറ്റി അല്ല, സെയിം ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം ലാംഡ അപ്പോൾ മാസ് റെഡി. അപ്പോൾ വെലോസിറ്റിയും മാസും തമ്മിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ആരാ സാർ? അപ്പോൾ മാസ് കുറഞ്ഞ ആള് സാർ, ഇലക്ട്രോൺ. യെസ്, മാസ് കുറവുള്ളവർക്ക് വേവ് ലെങ്ത് കൂടുതലായിരിക്കും. ലാംഡാസിക്കൽ h/mv ക്ലിയർ അല്ലേ? ലാംഡ = h/mv ആണ്. അതെ, മാസ് കൂടിയാൽ വേവ് ലെങ്ത് കുറയും. റെഡി അല്ലേ സാറേ? അടുത്ത ക്വസ്റ്റ്യൻ സാറേ. വെലോസിറ്റി ആണ് പറയുന്നത്. നമുക്ക് അടുത്ത ഫോട്ടോ സാറേ. Which alkaline metal has maximum polarizing power? കാറ്റോണിന്റെ സൈസ് കുറഞ്ഞാൽ പോളറൈസിംഗ് പവർ കൂടുമെന്നാണ് ആൽക്കലി മെറ്റൽ അല്ലേ? Paget's rule. സ്മോൾ സൈസ് ഓഫ് കാറ്റോൺ ലാർജർ ദി പോളറൈസേഷൻ. ക്ലിയർ അല്ലേ? റെഡി അല്ലേ സാറേ? അപ്പൊ ആരാ സാറേ? അപ്പൊ ലിഥിയം അയോൺ ആണ് ആൽക്കലി മെറ്റൽ ഏറ്റവും സൈസ് കുറഞ്ഞ അയോൺ, ഹൈയസ്റ്റ് പോളറൈസിംഗ് പവർ. അപ്പൊ നമ്മൾ എങ്ങനെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ലാസ്റ്റ് 5 വർഷത്തെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കി. എല്ലാവർക്കും അതിൽ ഫുൾ മാർക്ക് കിട്ടട്ടെ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഫുൾ മാർക്ക്. ഓക്കെ അല്ലേ സാറേ? അപ്പൊ ബൈ പറഞ്ഞേ. താങ്ക് യു ഡിയേഴ്സ്. ഓക്കെ.